Welcome to BSc in Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. Today, the class is number 8. Number 8, Bose-Einstein Statistics, Bose-Einstein Distribution Law or B Statistics. That is the topic of discussion today, class number 8. Before seeing Bose-Einstein statistics, let us understand what is the meaning of indistinguishability of identical particles. Indistinguishability of identical particles or indistinguishability of identical states. അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിളിൻ്റെ ഓരോ പാർട്ടിക്കിളും ഓരോ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റ്, പ്രത്യേക മൊമെൻ്റം സ്റ്റേറ്റ്. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്. അതിനെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് നമുക്ക് പറഞ്ഞിട്ട് വേണം BE ഡിസ്ട്രിബ്യൂഷൻ ലോയിലേക്ക് കിടക്കാനായിട്ട്. The particles contained in the system can be classified into two types. Can be classified into two types, namely distinguishable particles and indistinguishable particles. അപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിളിനെ നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്, രണ്ടാമത്തേത് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. The particles contained in the system can be classified into two types. One is distinguishable particles and other is indistinguishable particles. And what is the difference according to statistical physics? So initially we can see distinguishable particles, and these particles we have seen in Maxwell-Boltzmann statistics, and the particles are called Boltzons. So you see distinguishable particles. They are dissimilar and can be distinguished from each other. വ്യത്യസ്തമാണ്, കണ്ടാൽ തിരിച്ചറിയാം. ഈ ബില്ലിയാർഡ് ബോൾസ് പോലെ ഗ്യാസ് മോളിക്യൂൾസ്, ഡിഫറെൻറ്റ് ഗ്യാസിൻ്റെ മോളിക്യൂൾ ഡിഫറെൻ്റ് ആണ്, സൈസിൽ മാസിൽ ഡിഫറെൻ്റ് ആണ്. They are dissimilar and can be distinguished from each other. There is no restrictions to the number of particles in any energy state. ഏതെങ്കിലും ഒരു എനർജി സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾ വരാം എന്നുള്ളതിന് പ്രത്യേക റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പ്രത്യേക നിയന്ത്രണമൊന്നുമില്ല. ദീസ് പാർട്ടിക്കിൾസ് ഹാവ് എനി സ്പിൻ, ഏതെങ്കിലും സ്പിന്നാകാം, 0 അല്ലെങ്കിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നൊക്കെ വരാവുന്നതാണ്. ഏത് സ്പിന്നും ഇത്തരം പാർട്ടിക്കിളിന് പോസിബിളാണ്. These particles obey MB statistics and are called bosons. ഇത്തരം പാർട്ടിക്കിൾസ് MB സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യും. ഇത്തരം പാർട്ടിക്കിളിനെ വിളിക്കുന്നവരെ ബോൾട്ട്സോൺസ്. ബോൾട്ട്സോൺ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പാർട്ടിക്കിളാണ്. എക്സാമ്പിൾ ഗ്യാസ് മോളിക്യൂൾസ്, ബില്ലിയാർഡ് ബോൾസ് എക്സെട്ര. ഗ്യാസ് മോളിക്യൂളും ബില്ലിയാർഡ് ബോൾസും ഒക്കെ, ബില്ലിയാർഡ് കളിയുണ്ടല്ലോ, ആ ബില്ലിയാർഡ് ബോൾസും ഒക്കെ ഇത്തരം ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബില്ലിയാർഡ് ബോൾസെല്ലാം കളേർഡ് ആയിരിക്കും, നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. ഇനി ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്, തിരിച്ചറിയാൻ കഴിയാത്ത പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ദേ ആർ സിമിലർ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. അവ ഒരുപോലെ ഇരിക്കും, നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അപ്പോൾ കോഴിമുട്ടയ്ക്ക് ഒരു കൊട്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ല, അതുപോലെ. They are similar and indistinguishable particles. Example, electron, proton, neutron, etc. are examples. We cannot apply classical statistics to them. ഇവയ്ക്ക് നമുക്ക് ഈ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാനായിട്ടാവില്ല. It is statistical mechanics applicable to indistinguishable particles is called quantum statistics. അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. There are two types of quantum statistics, namely രണ്ട് ടൈപ്പ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്ന് B സ്റ്റാറ്റിസ്റ്റിക്സ്, രണ്ടാമത്തത് FD സ്റ്റാറ്റിസ്റ്റിക്സ്. The first one is called B statistics, Bose-Einstein statistics, and second is Fermi-Dirac statistics.
അപ്പോൾ ഈ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ട് തരത്തിൽ പറയും. ഒന്ന് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, രണ്ടാമത്തത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗ ചെയ്യുന്ന ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിന് ബോസോൺസ് എന്ന് പറയും, ബോസോൺസ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ ഫെർമിയോൺസ് എന്ന് പറയും. അവയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദ പാർട്ടിക്കിൾസ് ഒബേയിങ് ബോസ്-ഐൻസ്റ്റീൻ statistics are called bosons, and those obeying Fermi-Dirac statistics are known as fermions. The indistinguishability you note the spelling? The indistinguishability of particles can also be explained using wave function. ഈ പാർട്ടിക്കിൾസിൻ്റെ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി നമുക്ക് വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. വേവ് ഫംഗ്ഷൻ നമ്മളെപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നതാണ് സായ്. അപ്പോൾ സായ് എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഈ പാർട്ടിക്കിൾസിൻ്റെ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ദിയർ വേവ് ഫങ്ഷൻസ് ഡു നോട്ട് ഓവർലാപ്പ്. ക്ലാസിക്കൽ പാർട്ടിക്കിൾസിന് ബോൾസോണിന് ഈ വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യില്ല. ഓരോ പാർട്ടിക്കിളിൻ്റെ അവസ്ഥ സ്റ്റേറ്റ് കാണിക്കുന്നത് പ്രത്യേകം വേവ് ഫംഗ്ഷൻ കൊണ്ടാണെന്ന് ഓർക്കുക. ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റം എനർജി സ്റ്റേറ്റിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേവ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്, ഐഗൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. സോ ദേ ആർ ഡിസ്റ്റിങ്വിഷബിൾ. ഫോർ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്, എക്സാമ്പിൾ ബോസോൺ ആൻഡ് ഫെർമിയോൺ, ബോസോൺസ് ആൻഡ് ഫെർമിയോൺസ്, ദ വേവ് ഫംഗ്ഷൻസ് ഓവർലാപ്പ് ഈച്ച് അതർ. വേവ് ഫംഗ്ഷൻ ഓവർലാപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആകുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ചെറിയ നോട്ട് ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റിയെ കുറിച്ച്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, എക്സ്പ്ലെയിൻ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് മൊത്തം പറഞ്ഞാൽ മതി. വാട്ട് ആർ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആൻഡ് വാട്ട് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്, വിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഒബേഡ് ബൈ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ, എക്സെട്രാ. യു read the above note. Write a brief note on indistinguishability of identical particle, or what are distinguishable and indistinguishable particles. That's a question. Now you pass on to next important statistical mechanics, which is the Bose-Einstein statistics. Next statistics is called the Bose-Einstein statistics. And the distribution law, the energy distribution or the momentum distribution law, the energy distribution law is derived in this case also in Bose-Einstein statistics. In short, we call as BE, Bose-Einstein. And here we obtain a distribution law known as Bose-Einstein distribution law. It is also important. We have studied Maxwell-Boltzmann, and now we study Bose-Einstein distribution law, compared it to MB statistics. This is more important because the scientists involved here are Einstein and Bose. Einstein is the world famous physicist, and Bose is the Indian physicist, national professor Bose. So both these scientists are very important to us. So compared to all other statistics, this is supposed to be the most important in the examination point of view. Bose-Einstein statistics. Bose, Satyendranath Bose. Einstein, Albert Einstein. Satyendranath Bose, S.N. Bose, is an Indian scientist, and he is known as the national professor. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു പടം നോക്കണം. നമ്മൾ നേരത്തെ മാക്സ്വെൽ ബോൾട്സ്മാൻ ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റിൽ ഇത്ര എനർജി ലെവൽ വരച്ചാണ്. അവിടെ എല്ലാ സെല്ലുകളാണ്, ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് സെല്ലാണ് അസ്യൂം ചെയ്യുന്നത്. അത് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോഴാണ് ലെവലായിട്ട് മാറുന്നത്. നമ്മൾ ലെവലും പറഞ്ഞിരുന്നു. ഇവിടെ ലെവൽസ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഒരു പാർട്ടിക്കിൾ ഒരു ഫോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിൾ ഇരിക്കാവുന്ന ഒരു സ്ഥലം, അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ആ ഡയഗ്രാം. അപ്പോൾ എന്തൊക്കെ നോക്കി, ഇതെല്ലാം എനർജി സ്റ്റേറ്റുകളാണ്, എനർജി ലെവലുകളാണ്. എനർജി ലെവലുകൾ താഴെ നമുക്ക് ε0 XOY ഉണ്ട്. XOY
ഒരു ആക്സിൽ റെപ്രസെൻറ്റേഷൻ വേണം കൊടുക്കാവുന്നതാണ്. അപ്പോൾ E1, E2, E3, E4, എക്സെട്ര, ith സ്റ്റേറ്റ്, N1 സ്റ്റേറ്റ്, N2 സ്റ്റേറ്റ്, N3 സ്റ്റേറ്റ്. N3 എനിക്ക് അല്പം മാറ്റിയിരിക്കുന്നത് താഴെയാണ്. E3 നേരെ N3, N4, NI കാണിച്ചല്ല. മുകളിലത്തെ ith ലെവലിൽ താഴെ നമ്മൾ NI എന്ന് കാണിക്കണം. NI ith ലെവൽ അനേകം ചെറിയ ലെവലായിട്ട് GI സബ് ലെവലായിട്ട് ഭാഗിക്കും. ith ലെവൽ GI സബ് ലെവലായിട്ട് ഭാഗിക്കും. സബ് ലെവൽ അത് നമ്മൾ GI അവിടെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ പടത്തിൽ എന്തെല്ലാം മാർക്ക് ചെയ്യണം നോക്കി. താഴത്തെ ലെവൽ ε1, രണ്ടാമത്തെ ε2, പിന്നെ ε3, ε4, എക്സെട്ര ഒരു 3-4 കുത്തിട്ടുണ്ട് കേട്ടോ. ε പിന്നെയും പോയിട്ട് ε n വരെ പോകാം. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം N1, N2, N3 താഴെ എഴുതണം. N3യുടെ സ്ഥാനത്ത് N4 എഴുതണം, പിന്നെ എക്സെട്ര എഴുതിയിട്ട് NI എഴുതണം, പിന്നെ അങ്ങോട്ട് വേപ്പോട്ട് പോകും. അപ്പോൾ ഈ ഡയഗ്രാം കൂടി വരക്കണം നമുക്ക് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ MB സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനുള്ളിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സിമ്പിളായിട്ട് തോന്നും. മാക്സ്വെൽ ബോൾട്സ്മാൻ വായിച്ചവർക്ക് ഇത് കുറച്ച് എളുപ്പമായിട്ട് തോന്നും. കാരണം ഇത് അതേ സ്റ്റെപ്പ് വെച്ചാണ്, ഏതാണ്ട് അതേ സ്റ്റെപ്പ് വെച്ചിട്ടാണ് എഴുതുന്നത്. 1-2 ഇക്വേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ട്രീറ്റ്മെൻ്റ് എല്ലാം സെയിം ആണ്. 2-3 സ്റ്റെപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബോസ്-ഐൻസ്റ്റീൻ വളരെ സിമ്പിളായിട്ട് തോന്നും. നോക്കാം. കൺസിഡർ എ സിസ്റ്റം കണ്ടെയ്നിങ് n പാർട്ടിക്കിൾസ്, capital N, independent and identical particles, indistinguishable also. Let these particles be divided into quantum groups or levels such as N1, N2, N3, etc., Ni, etc. Full stuff. Particles are in the levels whose approximate energies are ε1, ε2, εi, എക്സെട്ര റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ലെവലിൽ N1 പാർട്ടിക്കിൾ, രണ്ടാമത്തെ N2, മൂന്നാമത്തിൽ N3, ith ലെവലിൽ ഗ്രൂപ്പിൽ Ni. അപ്പോൾ ഓരോ കേസിലുള്ള എനർജിയാണ് ε1, ε2, ε3 എന്നിങ്ങനെ പോകുന്നത്. Again, let there be GI single energy states in the ith level. ith ലെവലിൽ GI സിംഗിൾ എനർജി സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ N1 ലെവലിൽ അവിടെ G1 സിംഗിൾ സ്റ്റേറ്റുകളുണ്ട്, N2 G2 സിംഗിൾ സ്റ്റേറ്റുകളുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ സിംഗിൾ സ്റ്റേറ്റുകളെ, ഓരോ ലെവലിലുള്ള ഡിഫറൻറ്റ് ഈ സബ് ലെവലുകളെ വിളിക്കുന്ന പേര് ഡീജനറസി. ദിസ് ഈസ് കോൾഡ് ഡീജനറസി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഓഫ് ith ലെവൽ. GI എന്ന് പറയുന്നതാണ് ഡീജനറസി, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഓഫ് ദ ith ലെവൽ. അപ്പോൾ GI എന്താണെന്ന് ഓർക്കുക. അത് ഡീജനറസി എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ്. ഡീജനറസിയുടെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഇങ്ങനെ സമറൈസ് ചെയ്യാം. നമുക്ക് ഈ കാണുന്ന പോലെ ദ സിറ്റുവേഷൻ ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് ആസ് ഫോളോസ്. താഴെ പറഞ്ഞ രീതിയിൽ നമുക്കതിനെ എഴുതി കാണിക്കാം. എനർജി ലെവൽസ് ε1, ε2, etc. Degeneracy G1, G2, G3, etc., GI, etc. And occupation number that you correctly write. Occupation OCCUPATION, occupation number, that is number of particles in the given state. Number of particles in the given state, ε1, ε2, etc. state. Occupation number OCCUPATION, occupation number equal to N1, N2, etc., Ni, etc. You correct the word as occupation number. ഓരോ സ്റ്റേറ്റിലും ഇരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം. Now you see, as energy levels of the particles are internally indistinguishable by the principle of permutation and combination, the number of ways in which Ni particles can be distributed in GI distinguishable levels when there is no restriction to the number of particles that can occupy any one level is given by. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലമാണ്, പെർമ്യൂട്ടേഷൻ പ്രോബ്ലമാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. എന്താണ്
എന്താണ് ഈ പാരഗ്രാഫ് നോക്കുക, ഈ സെന്റൻസ് നോക്കുക. The energy levels of the particles are internally indistinguishable by the principle of permutation and combination. The number of ways in which NI particles can be distributed in GI distinguishable levels. NI particle GI distinguishable level നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതിന് കണ്ടീഷനുണ്ട്. വെൻ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. വെൻ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഓക്കുപ്പൈ എനി വൺ ലെവൽ ഇസ് ഗിവൺ ബൈ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ പറയുമ്പോൾ നമ്പർ ഓഫ് വേസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ ഇതാണെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടാനുള്ള ഫണ്ടമെൻ്റൽ ബേസിക് പെർമ്യൂട്ടേഷൻ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ശരിക്കും ആ പ്രോബിലിറ്റി കൂടെ എഴുതുകയാണ്. അതിൽ ആ പെർമ്യൂട്ടേഷൻ വാല്യൂ എഴുതുകയാണ്. ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു NI പ്ലസ് GI മൈനസ് 1 ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പം നമ്മൾ ആ മുകളിൽ വായിച്ച പാരഗ്രാഫ് അനുസരിച്ചിട്ട് ഏതെല്ലാം രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം അതിൻ്റെ ഒരു വാല്യൂ ആണ് പി ഇസ് ഈക്വൽ NI പ്ലസ് GI മൈനസ് 1 ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് 1 ഫാക്ടോറിയൽ. ഇതൊരു പർട്ടിക്കുലർ ലെവലിലെ പിന്നെ ഈ പാർട്ടികൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ NI ലെവലിനെ നമ്മൾ GI സബ് ലെവലായിട്ട് ഭാഗിക്കും. അവിടെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് മുകളിലെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഇങ്ങനെ അനേക ലെവലുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ആ പ്രോബിലിറ്റി, അതിൻ്റെ പ്രോബിലിറ്റിയാണത്. എല്ലാം കൂടി ടോട്ടൽ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോബിലിറ്റിയാണ് ടോട്ടൽ പ്രോബിലിറ്റി. അത് എത്രയാണ് എന്ന് പറയുകയാണ്. Therefore, the total number of distinguishable ways of arranging all the particles in all the various energy levels is given by. Therefore, the total number of distinguishable ways of arranging all the all the particles in all the various energy states is given by. That you by heart. ആ മുകളിലത്തെ കാണുന്ന പിയുടെ ഇക്വേഷൻ P1, P2, P3, PI, ഇത് PI ആണ് ശരിക്കും. എല്ലാം കൂടി എഴുതിയാൽ ആകെ പ്രോബിലിറ്റി അവിടെ പ്രോഡക്റ്റ് ആണല്ലോ. പ്രോഡക്റ്റിന് നമ്മൾ പൈ എന്നാണ് കൊടുക്കുന്നത്. PI ഓർ പൈ എന്നാണ് കൊടുക്കുന്നത്. സമ്മേഷന് പകരം ഇവിടെ നമ്മൾ പ്രോബിലിറ്റിയുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി WPI ഇൻറ്റു NI പ്ലസ് GI മൈനസ് 1 ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് 1 ഫാക്ടോറിയൽ. പൈ മുന്നിലിട്ടെന്ന് മാത്രം. ആ മുകളിലത്തെ ഇക്വേഷൻ സിംഗിൾ സ്റ്റേറ്റിൻ്റെ ith ലെവലിൻ്റെ പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ചേരുമ്പോഴുള്ള പ്രോബിലിറ്റി എന്താണ്? W പൈ ഓഫ് NI പ്ലസ് GI മൈനസ് 1 ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ബൈ GI മൈനസ് 1 ഫാക്ടോറിയൽ. ഇക്വേഷൻ നമ്പർ 1. ഇത് ഓർത്തിരിക്കുന്നതാണ് കാര്യം. ബാക്കി ഉള്ളതെല്ലാം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മാക്സ്വെൽ ബോൾട്സ്മാൻ പറഞ്ഞതുപോലെ ആണ് ഇനിയുള്ള കാൽക്കുലേഷൻ എല്ലാം. This probability W, this term is called thermodynamic probability. Since NI and GI are large numbers, one can be neglected from the above expression. അവിടെ GI മൈനസ് 1 എന്നുണ്ടല്ലോ. ആ GI മൈനസ് 1 നമുക്ക് 1 എടുക്കണ്ട, കാരണം GI വലിയ സംഖ്യയാണ്. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ W is equal to PI into NI plus GI minus 1 is very small compared to GI, so it is omitted. So W is equal to PI of NI plus GI factorial by NI factorial into GI factorial. Pi അല്പിക്കൊണ്ട് മാറ്റി തന്നു കേട്ടോ. Pi of that function. Pi എന്ന് പറഞ്ഞാൽ മൊത്തത്തിനും പാസ്സായിട്ടുള്ളൊരു ടേമാണ് കേട്ടോ. അതുകൊണ്ട് അത് നമ്മൾ ആ വര അങ്ങോട്ട് നീട്ടാൻ പാടില്ല. പൈ ഇങ്ങോട്ട് മാറ്റി എഴുതണം. ഇക്വേഷൻ നമ്പർ 1. ടേക്ക് ലോഗരിതം. നമ്മൾ ലോഗ് എടുക്കുകയാണ്. ലോഗ് W സിക്കൾ പൈ. ലോഗ് എടുക്കുമ്പോൾ പൈ അല്ലേ, പൈ പ്രൊഡക്റ്റ് ആണ്. ലോഗ് എടുക്കുമ്പോൾ സമ്മായിട്ട് മാറും. പ്രൊഡക്റ്റിൻ്റെ ലോഗരിതം സമ്മാണ്. അപ്പോൾ ലോഗ് W സിക്കൾ സിഗ്മ I ലോഗ് NI പ്ലസ് GI ഫാക്ടോറിയൽ മൈനസ് ലോഗ് NI മൈനസ് ലോഗ് GI ഫാക്ടോറിയൽ. ഇത് നമ്മൾ ചെയ്യേണ്ടത് apply Stirling's approximation. You know it. Stirling's approximation theorem when n is very large. That is log n factorial. Log n factorial
ni log n സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. log n factorial is n log n minus log n minus n. n log n minus n. Log n factorial, you correctly write that step, Stirling's approximation. Log n factorial is equal to n log n minus n. സ്മോൾ n എഴുതിയാൽ മതി. അപ്പോൾ മുകളിലത്തെ ടൈം എഴുതുമ്പോൾ ni പ്ലസ് ജി ഐ, എന്നിന് പകരം ni പ്ലസ് ജി ഐ വരുന്നതുകൊണ്ട് അത് എഴുതാം. log w is സിഗ്മ ഐ എന്നിവനെ എഴുതാം. സിഗ്മ ഐ ബ്രാക്കറ്റിനകത്ത് ni പ്ലസ് ജി ഐ log ni പ്ലസ് ജി ഐ മൈനസ് ni പ്ലസ് ജി ഐ ഫസ്റ്റ് ടേമിൻ്റെ എക്സ്പാൻഷനായി. ഇത് നമുക്ക് സെക്കൻഡ് തേർഡ് എക്സ്പാൻഡ് ചെയ്യണം. അത് അടുത്ത ലൈനിലാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല, അടുത്ത ലൈൻ കൂടി ചേരുമ്പോഴാണ് സ്റ്റെപ്പ് അവസാനിക്കുന്നത്. മൈനസ് ഉണ്ടോ, മൈനസാണ്. അടുത്ത സ്റ്റെപ്പല്ല, മറ്റേ മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ കണ്ടിന്യൂവേഷനാണ്. മൈനസ് ni log ni മൈനസ് ni മൈനസ് ഓഫ് ജി ഐ ലോഗ് ജി ഐ മൈനസ് ജി ഐ. ഇപ്പോൾ ബ്രാക്കറ്റ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്ത്. ദാറ്റ് ഈസ് ലോഗ് ഡബ്ല്യു ഈസ് ഈക്വൽ അടുത്ത സ്റ്റെപ്പ്. ലോഗ് ഡബ്ല്യു ഈസ് ഈക്വൽ സിഗ്മ ഓഫ് ni പ്ലസ് ജി ഐ ലോഗ് ni പ്ലസ് ജി ഐ മൈനസ് ബ്രാക്കറ്റ് മാറ്റിയാണ് ni മൈനസ് ജി ഐ മൈനസ് ni ലോഗ് ni പ്ലസ് ni മൈനസ് മൈനസ് പ്ലസ് മൈനസ് ജി ഐ ലോഗ് ജി ഐ പ്ലസ് ജി ഐ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ജി ഐ. നമ്മൾ സിംപ്ലി റിമൂവ് ദ ബ്രാക്കറ്റ്. വീണ്ടും അടുത്ത സ്റ്റെപ്പ് ലോഗ് ഡബ്ല്യു ഈസ് ഈക്വൽ സിഗ്മ ni പ്ലസ് ജി ഐ ലോഗ് ni പ്ലസ് ജി ഐ മൈനസ് ni ലോഗ് ni മൈനസ് ജി ഐ ലോഗ് ജി ഐ. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് ജി ഐക്ക് വെട്ടിക്കളയും, ജി ഐയും മൈനസ് ജി ഐയും വെട്ടിക്കളയും, എന്നയും മൈനസ് എന്നയും വെട്ടിക്കളയും. ഹിയർ ജി ഐ ഇസ് നോട്ട് സബ്ജക്റ്റഡ് ടു വേരിയേഷൻ. ജി ഐക്ക് മാറ്റമില്ല. ബട്ട് ni വേരീസ് കണ്ടിന്യൂസ്ലി. ദ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഫോർ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷൻ ഡെൽറ്റ ലോഗ് w0. അത് നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാനിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ മുകളിൽ കാണുന്ന സ്റ്റെപ്പിനെ ഇക്വേഷൻ 3 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റിംഗ് നമ്പർ 3 we get delta log w is equal to sigma I log ni plus g അല്ലേ. അപ്പോൾ ഡിഫറൻസിയേഷൻ ആണ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴേ അത് നോക്കുക എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അവിടെ ni പ്ലസ് ജി ഐ ലോഗ് ni പ്ലസ് ജി ആണ്. അപ്പോൾ രണ്ട് ടൈമുണ്ട്. പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. ഡെൽറ്റ ലോഗ് ഡബ്ല്യു സിഗ്മ ഐ ni പ്ലസ് ജി ഐ ഇൻറ്റു 1/ni പ്ലസ് ജി ഐ ലോഗ് ni പ്ലസ് ജി ഡെറിവേറ്റീവാണ്. ലോഗ് ni പ്ലസ് ജി ഐ ഡെറിവേറ്റീവാണ് 1/ni പ്ലസ് ജി ഐ. പിന്നെ ഡെൽറ്റ ni കൂടെ വരുമല്ലോ ni ചെയ്യുമ്പോൾ. ജി ഐ കോൺസ്റ്റൻറ്റ് 0 ആവും ഡെറിവേറ്റീവ്. പ്ലസ് ലോഗ് ni പ്ലസ് ജി ഐ ഇൻറ്റു ഡെൽറ്റ ni ആണ് വേരിയബിൾ, ജി ഐ കോൺസ്റ്റൻ്റ് ആണ്. അടുത്തതും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ബ്രാക്കറ്റ് ചെയ്യണം. ni ഇൻറ്റു 1/ni ഡെൽറ്റ ni പ്ലസ് ലോഗ് ni ഡെൽറ്റ ni അത് ബ്രാക്കറ്റ് ചെയ്യണം. ജി ഐയുടെ ഡെറിവേറ്റീവ് 0 ആണ്. ബ്രാക്കറ്റ് ഇസ് ക്ലോസ്ഡ്. ഇനി ഈ മാക്സിമം പ്രോബിലിറ്റിക്ക് ഡെൽറ്റ ലോഗ് w0 ആയിരിക്കും. കാരണം ലോഗ് w കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ ലോഗ് w0 ആയിരിക്കും. 0 ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആ ni പ്ലസ് ജി വെട്ടിപ്പോവും. ആദ്യ ടേമിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഡെൽറ്റ ni അവിടെ ഡെൽറ്റ ni പിന്നെ വരുന്ന ടേം പ്ലസ് ലോഗ് ni പ്ലസ് ജി ഐ ഡെൽറ്റ ni പിന്നെ നമുക്ക് വരുന്നത് മൈനസ് ഡെൽറ്റ ni അതിന് മൈനസ് ലോഗ് ni ഡെൽറ്റ ni എന്ന് കിട്ടും. ആ ഡെൽറ്റ ni മൈനസും പ്ലസും വെട്ടിപ്പോവും. ബാക്കി 0 ഈക്വൽ ടു സിഗ്മ ഐ
ലോഗ് എൻ ഐ പ്ലസ് ജി ഐ ഡെൽറ്റ എൻ ഐ മൈനസ് ലോഗ് എൻ ഐ ഡെൽറ്റ എൻ ഐ അങ്ങനെ വരും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എല്ലാ സ്റ്റെപ്പുകളും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യുന്ന ടേമുകൾ അവിടെ ക്യാൻസൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത ഡിവൈഡിങ് ബൈ -1. ഡിവൈഡിങ് ബൈ -1. ഇവിടെ ഒരു ഡിവൈഡിങ് ബൈ -1 എന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എഴുതി നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അത് പ്രത്യേകം ഓർക്കണം. ഡിവൈഡിങ് ബൈ -1 എന്നുള്ളത്. ഇത് ആക്ച്വൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുമ്പോൾ നമ്മൾ ഈ ഡിവൈഡിങ് ബൈ -1 എന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. ഇവിടെ ഈ ഡിവൈഡിങ് ബൈ -1 നമ്മൾ കൊടുത്തില്ലായിരിക്കും, നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അത് പ്രത്യേകം ഓർക്കണം. 0 സിഗ്മ ആയി, അപ്പോൾ മൈനസ് ടൈമില്ല പ്ലസ് ടൈം ആകും. ലോഗ് എൻ ഐ ഡെൽറ്റ എൻ ഐ മൈനസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ ഡെൽറ്റ എൻ ഐ എന്ന് വരും. അതായത് 0 ആ ഡെൽറ്റ എൻ ഐ കോൺ ഫാക്ടറായിട്ട് റൈറ്റിലേക്ക് എടുക്കുകയാണ്. ലോഗ് എൻ ഐ മൈനസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ ഡെൽറ്റ എൻ ഐ, ഇക്വേഷൻ നമ്പർ 4. ആ 4 എന്നുള്ള പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഓർക്കണം. ഇത് നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ ലാഗ്രാഞ്ചസ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഈ 4. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വി നോ എൻ ഈസ് ഈക്വൽ n1 പ്ലസ് n2 പ്ലസ് എറ്റ്സെട്ര പ്ലസ് ni പ്ലസ് എറ്റ്സെട്ര ഈക്വൽ സിഗ്മ എൻ ഐ ഇസ് എ കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റിംഗ് 0 ഈസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എൻ ഐ. കാരണം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0 ഈസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എൻ ഐ. അത് ഒരു ഓർഡറിൽ പറയുക. എ സമം ബി ആണെങ്കിൽ ബി സമം എ എന്നുള്ള മോഡൽ എഴുതുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് സിഗ്മ ഡെൽറ്റ എൻ ഐ 0 എന്നൊരു സ്റ്റെപ്പ് കിട്ടും. സിഗ്മ ഡെൽറ്റ എൻ ഐ 0 എന്നൊരു സ്റ്റെപ്പ് കിട്ടും. ആ സ്റ്റെപ്പാണ് എഴുതിയിരിക്കുന്നത്. അത് ഇക്വേഷൻ നമ്പർ 5 ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ടോട്ടൽ എനർജി ഈ ഈക്വൽ n1 എപ്സിലോൺ 1 പ്ലസ് n2 എപ്സിലോൺ 2 പ്ലസ് എറ്റ്സെട്ര പ്ലസ് ni എപ്സിലോൺ i പ്ലസ് എറ്റ്സെട്ര ഈക്വൽ ടു നമ്മൾ പറയും സിഗ്മ എൻ ഐ എപ്സിലോൺ i വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്. അതും കോൺസ്റ്റന്റ് ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 0 കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ഈസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ i. അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കണം. എൻ ഐ ചെയ്യുമ്പോൾ ഡെൽറ്റ എൻ ഐ, സിഗ്മ എപ്സിലോൺ i ഡെൽറ്റ എൻ ഐ എന്ന് കിട്ടും. അതും ഒരു ഓർഡർ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഈസ് സിഗ്മ എപ്സിലോൺ i ഡെൽറ്റ എൻ ഐ ഇസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇതാണ് 6ാമത്തെ ഇക്വേഷൻ. അപ്പോൾ 4, 5, 6 പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ഇവിടെ. 4, 5, 6 പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഇവ നമ്മൾ ലഗ്രാഞ്ചസ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ മാക്സ്വൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചതാണ്. പക്ഷേ അവിടെ ഇക്വേഷൻ്റെ നമ്പർ വേറെ ആയിരുന്നു, 2, 3, 4 ഒക്കെ ആയിരുന്നു. ഇവിടെ നമ്മൾ 4, 5, 6 ഇക്വേഷനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. By Lagrange's method of undetermined multipliers, we combine equation 4, 5, and 6. For this, multiply equation 5 by alpha and 6 by beta and add it to equation number 4. അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്തത്. മാക്സ്വൽ ബോൾട്ട്സ്മാനിൽ ചെയ്തതുപോലെ തന്നെ. By Lagrange's method of undetermined multipliers, we combine equations 4, 5, and 6. First of all, for this we multiply equation 5 by alpha and 6 by beta and add it to equation number 4. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. That sigma I log ni minus log ni plus gi delta ni plus alpha epsilon delta ni plus beta epsilon I delta ni 0. എല്ലാത്തിനും കൂടി സിഗ്മ ഒറ്റ സിഗ്മ ആയിട്ട് പുറത്തെഴുതാം. ഡെൽറ്റ എൻ ഐ റൈറ്റിലേക്ക് എടുക്കുക, കോൺ ഫാക്ടർ സിഗ്മ ഐ ലോഗ് എൻ ഐ മൈനസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ ഡെൽറ്റ എൻ ഐ 0. ഈ സിഗ്മ ഐ ഡെൽറ്റ എൻ ഐ ഒരു ടേമായിട്ട് എടുക്കണം. ഇപ്പോൾ ബ്രാക്കറ്റിൽ കാണുന്ന മറ്റൊരു ടേമായിട്ട് എടുക്കണം. അപ്പോൾ 2 പോസിബിലിറ്റിയാണ്. അപ്പോൾ സിഗ്മ ഐ ഡെൽറ്റ എൻ ഐ 0 ആണെന്ന് നമ്മൾ കണ്ടു നേരത്തെ. ഇനി അത് അഥവാ 0 അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കാണുന്ന ടേം 0 ആകണം. 2 ടേം 0. സിഗ്മ ഐ ഡെൽറ്റ എൻ ഐ 0 ആണ്. ബ്രാക്കറ്റിലും വേണേൽ 0 ആകാം. ബ്രാക്കറ്റിലെ ടേം 0 ആണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് 0 ആകും. അപ്പോൾ അടുത്ത പോസിബിലിറ്റി ആ ബ്രാക്കറ്റിനകത്തുള്ള ടേം 0 ആകും. സിഗ്മ ഐ ഡെൽറ്റ എൻ ഐ 0 ആണ്. അഥവാ 0 അല്ലെങ്കിൽ ബ്രാക്കറ്റിലെ 0 ആകണം. എന്നാലേ RHS നമുക്ക് 0 കിട്ടുള്ളൂ. അപ്പോൾ ബ്രാക്കറ്റിലെ ടേം നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ്. ബ്രാക്കറ്റിലുള്ള ടേം ദാറ്റ് ഈസ്
ദാറ്റ് ഈസ് ലോഗ് എൻ ഐ മൈനസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ 0. ഇനി ഇവിടെ വീണ്ടും ഒരു -1 കൊണ്ട് ഗുണിക്കണം നമ്മൾ. നേരത്തെ നമ്മൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മൈനസ് സൈൻ കൊണ്ട് ഗുണിക്കുക, -1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മൈനസ് ലോഗ് എൻ ഐ പ്ലസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ മൈനസ് ആൽഫ മൈനസ് ബീറ്റ എപ്സിലോൺ ഐ 0. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നേരത്തെ ഡിവൈഡ് ചെയ്ത് 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് -1 കൊണ്ട്, അപ്പോൾ രണ്ടും ചെയ്യുന്നതിന് പോലെ നേരിട്ട് ചെയ്താൽ പോരെന്ന്. അങ്ങനെ ഇതാ കിട്ടത്തില്ല, കാരണം ഇത് 0 വരുന്ന ഒരു മാത്തമാറ്റിക്സാണ്. 0 വരുന്ന മാത്തമാറ്റിക്സിൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഡിവൈഡ് ചെയ്യുക പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് ചിലപ്പോൾ ശരിയാകത്തില്ല. അതാണ്. അപ്പോൾ നേരത്തെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിന് ഡിവൈഡ് ചെയ്യണം വീണ്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു -ആയിട്ട് മാറി എല്ലാ ഇക്വേഷൻ. ദാറ്റ് ഈസ് ലോഗ് എൻ ഐ പ്ലസ് ജി ഐ മൈനസ് ലോഗ് എൻ ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ. ഈ ലോഗ് എം മൈനസ് ലോഗ് എൻ എന്നുള്ള ലോഗരിതമിക് തിയറം കൊടുക്കുമ്പോൾ ലോഗ് എൻ ഐ പ്ലസ് ജി ഐ ബൈ എൻ ഐ ലോഗ് എം മൈനസ് ലോഗ് എൻ ഈസ് ലോഗ് എം ബൈ എൻ ഇക്വേഷൻ. ലോഗ് എൻ ഐ പ്ലസ് ജി ഐ ബൈ എൻ ഐ ഈസ് ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ. ലോഗരിതം നമ്മൾ പിന്നെ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എൻ ഐ പ്ലസ് ജി ഐ ബൈ എൻ ഐ ഈസ് ഈക്വൽ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് കിട്ടും. നമ്മൾ ലോഗ് ഫോമിനെ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റിയതാണ്, നിങ്ങൾക്കറിയാമല്ലോ അത്. ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ ഈസ് എൻ ഐ പ്ലസ് ജി ഐ ബൈ എൻ ഐ. ആ എൻ ഐ കൊണ്ട് എൽ എച്ച് എസിലുള്ള ന്യൂമറേറ്ററിലെ 2 ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എൻ ഐ ബൈ എൻ ഐ 1 പ്ലസ് ജി ഐ ബൈ എൻ ഐ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് വരും. ദാറ്റ് ഈസ് ജി ഐ ബൈ എൻ ഐ. ആ -1 റൈറ്റ് കൊണ്ടുപോയി. ജി ഐ ബൈ എൻ ഐ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ -1. തിരിച്ച് പറയണം, എൻ ഐ ബൈ ജി ഐ. എൻ ഐ ബൈ ജി ഐ ഇസ് ഈക്വൽ 1 ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ -1. ഇക്വേഷൻ നമ്പർ 7. ആൻഡ് ദിസ് ഈസ് ദ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. ഇതാണ് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. ദിസ് ഈസ് ദ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിറൈവ് ദ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നോക്കിയേ, ആ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞാൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പോലെ ആണ് ഇരിക്കുന്നത്. വ്യത്യാസമുള്ളത് RHSൽ താഴെ ഒരു -1 വന്ന് മാത്രം. ആ -1 ഒഴിവാക്കിയാൽ എന്ത് കിട്ടും നമുക്ക്? എൻ ഐ ബൈ ജി ഐ ഈസ് ഈക്വൽ 1 ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് കിട്ടും. അത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. അപ്പോൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം RHSൽ ഡിനോമിനേറ്ററിൽ ഒരു -1 വന്നു എന്നുള്ളതാണ്. ആ -1 ഇടേണ്ടത് ഈക്ക് നേരെയാണ് കേട്ടോ, അല്ല പവറിലല്ല. ചില ഇത് എഴുതുമ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ -1 ഇടേണ്ടത് ഈക്ക് നേരെ ഇടണം, അല്ലാതെ പവറിൽ കൊണ്ട് -1 ഇടാൻ പാടില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ലോ? എൻ ഐ ബൈ ജി ഐ ഈസ് ഈക്വൽ ടു 1 ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ. ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ പവറിൽ മൈനസ് ഈക്ക് നേരെ താഴെ, ഈക്ക് നേരെ -1. എൻ ഐ ബൈ ജി ഐ ഈസ് ഈക്വൽ ടു 1 ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ -1. Question number 7. This is the Bose-Einstein distribution law. Question is very important. Discuss the Bose-Einstein distribution law. That is all with this class. In the next class, we study the next distribution law, which is the Fermi-Dirac distribution law. Of these 3 distribution laws, the most important one is Bose-Einstein distribution law in the examination point of view. You study well. Thank you very much.